എന്തൊരു പെട്ടെന്നൊരു വർഷം പോയതില്ലേ. 7ാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ ക്ലാസ് കഴിഞ്ഞ് സങ്കടത്തോടു കൂടി വിട പറഞ്ഞ് ജസ്റ്റ് ഒന്ന് 8ൽ ജോയിൻ ചെയ്തത് മാത്രമേ ഓർമ്മയുള്ളൂ. ദേ ഇപ്പോൾ 8ാം ക്ലാസ്സും ഏകദേശം കഴിഞ്ഞു. നമ്മൾ 9ാം ക്ലാസ്സിലേക്കുള്ള കുട്ടികളായിട്ട് മാറാൻ വേണ്ടി പോവാണ്. അതിനു മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാവേണ്ടത് വളരെ നിർബന്ധമാണ്. ഒബ്വിയസ്ലി നിങ്ങൾ UPയിൽ നിന്നും ഹൈസ്കൂളിലേക്ക് എത്തിയപ്പോൾ 7ൽ നിന്നും 8ലേക്ക് എത്തിയപ്പോൾ അവിടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ തന്നെ എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ നിങ്ങൾ 8ൽ നിന്നും 9ലേക്ക് എത്തുമ്പോൾ ഉണ്ടാവും. പല കുട്ടികൾക്കും ഏറ്റവും ബുദ്ധിമുട്ടേറിയ ക്ലാസ് ആയിട്ട് 9ാം ക്ലാസ് മാറുന്നത് ഈ ഒരു മാറ്റത്തെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പൊ എന്തൊക്കെയാണ് ആ ചേഞ്ചസ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് സിലബസിലുള്ള ചേഞ്ചാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതിനേക്കാളും കുറച്ചുകൂടി ഹെവി സിലബസ്, ഒന്നും കൂടി കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള നല്ല നല്ല ചോദ്യങ്ങൾ വരുന്ന സിലബസ് ആയിരിക്കും 9ാം ക്ലാസ്. കാലാകാലങ്ങളായിട്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് പറയാറുള്ളത്. 8ഉം 9ഉം 10ഉം എടുത്താൽ പല കുട്ടികളും ഏറ്റവും ബുദ്ധിമുട്ടാറുള്ളത് 9ാം ക്ലാസ്സിലാണ്. അപ്പൊ സിലബസ് ഒന്നും കൂടി ഹെവി ആയി മാറും എന്നുള്ളത് ഒന്നാമത്തെ ഒരു ചേഞ്ചാണ്. ആൻഡ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾ ബേസിക് സയൻസ് എന്ന പേരിൽ ഒറ്റ സബ്ജക്റ്റായി പഠിച്ചിരുന്ന ആ വിഷയം ഇനി മുതൽ 3 സബ്ജക്റ്റുകളായിട്ട് മാറാൻ വേണ്ടി പോവാണ്. ദാറ്റ് ഈസ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം ഇത് തന്നെയാണ്. ബേസിക് സയൻസ് എന്നുള്ള ഒരു സബ്ജക്റ്റ് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയുമായിട്ട് 3 സബ്ജക്റ്റുകളായി മാറും. അഥവാ നമ്മളുടെ സബ്ജക്റ്റുകളുടെ എണ്ണം കൂടാൻ വേണ്ടി പോവാണ്. അതോടൊപ്പം തന്നെ എക്സാമുകളുടെ കാര്യത്തിലായാലും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ബേസിക് സയൻസ് എന്ന് പറയുന്ന ഒരൊറ്റ എക്സാം നമ്മൾ എഴുതിയതിന് പകരമായിട്ട് ആ എക്സാം സിസ്റ്റം ആയിരിക്കും ഇനി ഉണ്ടാവുക. അതിന് പകരമായിട്ട് നമുക്കിനി ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി ഓരോന്നും സെപ്പറേറ്റ്ലി 40 മാർക്സിൻ്റെ എക്സാം, ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള 40 മാർക്കിൻ്റെ എക്സാം ആയിരിക്കും ഇനി നമുക്കുണ്ടാവുക. എന്നാൽ ഇതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എക്സാമിലുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് 3 സബ്ജക്റ്റുകളുടെ കാര്യത്തിലാണ്. ഒന്നാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റ് തന്നെയാണ് മാത്സ്. അതുപോലെ തന്നെ അടുത്ത സബ്ജക്റ്റ് സോഷ്യൽ സയൻസ്, അടുത്ത സബ്ജക്റ്റ് ഇംഗ്ലീഷ്. ഈ 3 സബ്ജക്റ്റുകളും 8ാം ക്ലാസ്സിൽ നമ്മൾ എക്സാം എഴുതിയതിന് നിന്നും ചേഞ്ച് ആയിക്കൊണ്ട് ഇനി മുതൽ ഈ 9ാം ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് ഈ 3 സബ്ജക്റ്റുകളും 80 മാർക്കിൻ്റെ എക്സാം ആയിരിക്കും ഉണ്ടാവുക. പല കുട്ടികളും മാത്സ് ഫേവററ്റ് ആയിട്ടുള്ള, SS ഫേവററ്റ് ആയിട്ടുള്ള, ഇംഗ്ലീഷ് ഫേവററ്റ് ആയിട്ടുള്ള പല കുട്ടികളും പിന്നീട് ആ സബ്ജക്റ്റുകളൊക്കെ ഇഷ്ടപ്പെടാതാവുന്ന ഒരു ക്ലാസ് ആയിട്ട് 9ാം ക്ലാസ് മാറാനുള്ള ഒരു റീസൺ ഇതാണ് ഉണ്ടാവുക. 40 മാർക്കിൽ നിന്നും 80 മാർക്കിലേക്ക് എത്തുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ പഠിക്കേണ്ടി വരും, ഒരുപാട് എക്സാം ഈ പറഞ്ഞ പോലെ ടൈം എടുത്ത് എക്സാം എഴുതേണ്ടി വരും എന്നുള്ള വിഷയങ്ങളൊക്കെ അവിടെ ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ സിലബസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാമിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഈ ബേസിക് സയൻസിൻ്റെ എക്സാമിൽ ഉണ്ടാകുന്ന മാറ്റവും അതുപോലെ തന്നെ മാത്സ്, സോഷ്യൽ, ഇംഗ്ലീഷ് പോലുള്ള എക്സാമിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ നമ്മൾ ടാക്കിൾ ചെയ്യാൻ പോവുക? സാർ, ഞങ്ങൾ 8ന്ന് 9ലേക്ക് എത്തുന്ന സമയത്ത് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ മാറ്റം ഞങ്ങൾ എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത്? കൃത്യമായിട്ട് നിങ്ങൾക്ക് കോൺസെപ്റ്റുകൾ അറിയണം, നിങ്ങളെ കയ്യിൽ കൃത്യമായ നോട്ടുകൾ വേണം, ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം എന്നിങ്ങനെയൊക്കെയുള്ള കൃത്യമായ ഒരു സിസ്റ്റമാറ്റിക് പ്ലാനിലൂടെ പോയാൽ മാത്രമേ 9ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആ ഒരു സിസ്റ്റമാറ്റിക് പ്ലാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ ഹൈസ്കൂൾ കാറ്റഗറിയിലെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്ലാസ് ആയിട്ട് 9ാം ക്ലാസ് മാറുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ ടാക്കിൾ ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു സൊല്യൂഷനുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് എഡ്യൂപോഡ് സൂപ്പർ ബാച്ച് ഫോർ ക്ലാസ് 9. 9ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾക്ക് ഈ പറഞ്ഞ എല്ലാ മാറ്റങ്ങളും ഉൾക്കൊള്ളാൻ അവരെ ഏബിൾ ആക്കുന്ന രീതിയിൽ ഏറ്റവും നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസ്സുകളും നോട്ടുകളും എക്സാമുകളും മെൻറ്റർഷിപ്പും അതോടൊപ്പം തന്നെ ഡൗട്ട് ക്ലിയറൻസും തുടങ്ങിയിട്ട് ഒരു നിലക്കും ഒരു കുട്ടിക്കും ഒരു ഡിഫിക്കൽട്ടിയും ഇല്ലാത്ത രീതിയിൽ ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ആ സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ബാച്ചാണ് എഡ്യൂപോഡിൻ്റെ സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ
അവിടെ ഡെയിലി ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ കിട്ടും, ഓരോ ചാപ്റ്ററിൻ്റെയും നോട്ടുകൾ കിട്ടും. ദെൻ കേരളാസ് ബെസ്റ്റ് മെൻറ്റർഷിപ്പ്, നിങ്ങളെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാൻ ഒരു മെൻറ്റർ ഉണ്ടായിരിക്കും. ചാപ്റ്റർ വൈസ് എക്സാമുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് ഓരോ ചാപ്റ്ററും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യുന്നതിന് പുറമെയുള്ള അഡീഷണൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ടീച്ചേഴ്സിൻ്റെ ഡയറക്റ്റ് വാട്സപ്പ് ഡൗട്ട് ക്ലിയറൻസ്, നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് തന്നെ വാട്സപ്പിലൂടെ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരുന്ന സിസ്റ്റം ഉണ്ടായിരിക്കും. ദെൻ AI ത്രൂ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ ലൈബ്രറി, വൺ ഷോട്ട് ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുള്ള, അതുപോലെ തന്നെ നിങ്ങളുടെ എബിലിറ്റി ട്രാക്കർ, സിലബസ് ട്രാക്കർ, നിങ്ങൾ എത്രത്തോളം പഠിച്ചു കഴിഞ്ഞു എന്നത് അടക്കം ട്രാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് സൂപ്പർ ബാച്ചിലൂടെ നിങ്ങൾ കാത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഈ പറയുന്ന ഹൈസ്കൂൾ ക്ലാസ്സിലെ ഏറ്റവും ഹെവി എന്ന് എല്ലാവരും അസ്യൂം ചെയ്യുന്ന, എല്ലാവരും കണക്കാക്കുന്ന ഈ ഒരു 9ാം ക്ലാസ്സിനെ നമുക്ക് വളരെ സിമ്പിളാക്കി മാറ്റണം. അതിനുള്ള നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല സൊല്യൂഷനാണ് ഈ സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത്. സോ ഈ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ജോയിൻ ചെയ്യാനൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. കമൻറ്റ് ബോക്സിൽ നമ്മളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് ആ ഒരു ഫോം മാത്രം ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, സോ ഈ പറഞ്ഞ പോലെ 9ാം ക്ലാസ് ഏറ്റവും അടിപൊളിയാക്കി മാറ്റുന്ന, ഏറ്റവും സൂപ്പറായിട്ട് പഠിക്കുന്ന സൂപ്പർ ബാച്ചിലെ മക്കളായിട്ട് മാറാൻ വേണ്ടി നിങ്ങളെല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യും.